ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡോക്ട്രൈൻ ഓഫ് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഡോക്ട്രൈൻ ഓഫ് അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഒറിജിനൽ കോൺട്രാക്റ്റ് ഫോളോ ചെയ്യുന്നതിന് പകരം രണ്ട് പാർട്ടീസിന് ഒരു പുതിയ എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. ആ പുതിയ എഗ്രിമെൻറ്റ്സ് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്താൽ പഴയ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി അവസാനിക്കുന്നു. ഇനി ടു പാർട്ടീസ് ഓഫ് ദ ഡോക്ട്രൈനിൽ നമുക്കിതിൽ കാണാം. അക്കോർഡ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു എഗ്രിമെൻ്റ് ആണ്. അതായത് പഴയ എഗ്രിമെൻ്റ് ഫോളോ ചെയ്യേണ്ട പകരം ഇങ്ങനെ ചെയ്യാമെന്ന് രണ്ട് പാർട്ടീസും ഡിസൈഡ് ചെയ്യുന്നു. അക്കോർഡ് എന്ന് പറഞ്ഞാൽ ന്യൂ എഗ്രിമെൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ എഗ്രിമെൻറ്റ് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എഗ്രിമെൻറ്റ് മാത്രം ഉണ്ടായാൽ മതിയല്ല, എക്സിക്യൂട്ടീവും ചെയ്യണം നമ്മളത്. അപ്പോൾ പെർഫോമൻസ് ഓഫ് ദ ന്യൂ എഗ്രിമെൻ്റ് ആണ് സാറ്റിസ്ഫാക്ഷൻ. അടുത്താണ് വാട്ട് ക്യാൻ ദി ന്യൂ എഗ്രിമെൻറ്റ് കണ്ടെയ്ൻ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എഗ്രിമെൻറ്റിൽ എന്തും ആകാം. കുറവ് പൈസ അക്സെപ്റ്റ് ചെയ്യാം, വേറൊരു വർക്ക് ചെയ്യാം, മറ്റൊരു രീതിയിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാം. രണ്ട് പാർട്ടീസും എഗ്രി ചെയ്താൽ മതി. മൂന്നാമതാണ് എഫക്റ്റ് ആൻഡ് റെക്കോർഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എഫക്റ്റ് ആൻഡ് റെക്കോർഡ് ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ പറയുന്നത് അക്കോർഡും സാറ്റിസ്ഫാക്ഷനും കംപ്ലീറ്റ് ആയി പഴയ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യുക. പഴയ ക്ലെയിം വീണ്ടും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പുതിയ എഗ്രിമെൻറ്റ് ആണ് വാലിഡ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് കോൺട്രാക്റ്റ് എൻഡ് ആവുകയും ന്യൂ എഗ്രിമെൻറ്റ് ഫൈനലാവുകയും ചെയ്യുന്നു. ഇനി അതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് അക്കൗണ്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ നമ്മൾ റിയൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കണം. ഫ്രീ കൺസെൻറ്റ് വേണം. ലോഫുൾ എഗ്രിമെൻ്റ് ആയിരിക്കണം. ആക്ച്വലി അത് പെർഫോം ചെയ്യണം. അക്കോർഡ് മാത്രം പോലെ സാറ്റിസ്ഫാക്ഷൻ കൂടി വേണം. ഇനി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 16(3) ഈ പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രോമിസിന് പെർഫോമൻസ് ഒഴിവാക്കാൻ പറ്റും. കുറവ് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ വേറെ സാറ്റിസ്ഫാക്ഷൻ അക്സെപ്റ്റ് ചെയ്യാം. അതിന് ഫ്രഷ് കൺസിഡറേഷൻ വേണ്ട. പ്രോമിസിക്ക് പെർഫോമൻസ് ഒഴിവാക്കാൻ പറ്റും. കുറവ് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യാം. വേറെ സാറ്റിസ്ഫാക്ഷൻ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ അതിന് ഫ്രഷ് കൺസിഡറേഷൻ വേണ്ട. ഇതിൻ്റെ എക്സാമ്പിളാണ് A-Bക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. പിന്നെ രണ്ടുപേരും പറയുന്നു 7,000 മതി, അത് ഫുൾ സെറ്റിൽമെൻറ്റ്. A 7,000 കൊടുക്കുന്നു. 7,000 അക്സെപ്റ്റ് ചെയ്യാമെന്ന് എന്നാണ് എഗ്രിമെൻറ്റ്. അതിനാണ് അക്കോർഡ് എന്ന് പറയുന്നത്. 7,000 ആക്ച്വലി കൊടുത്തത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ഇപ്പോൾ ബിക്ക് ബാക്കി 3,000 ചോദിക്കാൻ പറ്റില്ല, കാരണം ഒറിജിനൽ ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ആയി. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന പുതിയ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. അക്കോർഡ് അത് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യുക. സാറ്റിസ്ഫാക്ഷൻ രണ്ടും കഴിഞ്ഞ പഴയ കോൺട്രാക്റ്റ് അവസാനിക്കും. അത് വീണ്ടും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രിൻസിപ്പിൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 63 സപ്പോർട്ട് ചെയ്യുന്നു. അടുത്താണ് ഓഫർ, ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഓഫർ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് A പ്രകാരം കോൺട്രാക്റ്റ് തുടങ്ങുന്നത് ഓഫറിൽ നിന്നാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓഫർ, അക്സെപ്റ്റൻസ്, എഗ്രിമെൻറ്റ്, ഇങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഇനി മീനിങ് ഓഫ് ഓഫറിൽ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് A അതായത് 2 ക്ലോസ് ഓഫർ എന്നാൽ
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഞാനിത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാം എന്ന് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് വില്ലിങ്സ് കാണിക്കുന്നതാണ് ഒരു വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫർ ക്ലിയർ ആയിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം, അക്സെപ്റ്റ് കിട്ടിയാൽ ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതാണ് മീനിങ് പറയുന്നത്. ഇനി എക്സാമ്പിളാണ് എ പറയുന്നു, ഞാൻ എൻ്റെ ബൈക്ക് 60,000-ന് നിനക്ക് വിൽക്കാം, ബി അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടായി, അങ്ങനെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടായി. അടുത്താണ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഓഫർ എന്നാൽ രണ്ട് പേരും ഒരു ടേംസ് ഒരേ ഓഫറിൽ ഒരേ സമയത്ത് പരസ്പരം അയക്കുന്നതാണ് ഒരേ സമയത്ത്. പക്ഷെ ഒരു ആളിന് മറ്റേ ആളുടെ ഓഫർ അറിയില്ല, അതുകൊണ്ട് അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാകില്ല. പിന്നെ ഒരാൾ മറ്റേ ആളുടെ ഓഫർ അറിഞ്ഞിട്ടും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ കോൺട്രാക്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എ ലെറ്റർ അയക്കുന്നു, എൻ്റെ കാർ 5 ലക്ഷത്തിന് വിൽക്കാമെന്ന് പറഞ്ഞ്. അതേ ദിവസം തന്നെ ബിയും ലെറ്റർ അയക്കുന്നു, നിൻ്റെ കാറ് 5 ലക്ഷത്തിന് വാങ്ങാമെന്ന് പറഞ്ഞ്. അങ്ങനെ 2 പേർക്കും മറ്റേ ആളുടെ ലെറ്റർ അറിയില്ല. ഇതിൻ്റെ ക്രോസ് ഓഫറും അക്സെപ്റ്റൻസും ഇല്ല. ഇതിന് ക്രോസ് ഓഫറും അക്സെപ്റ്റൻസും ഇല്ല, കോൺട്രാക്റ്റും ഇല്ല. അടുത്താണ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ഓഫർ കൗണ്ടർ ഓഫർ എന്നാൽ ഒറിജിനൽ ഓഫർ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാതെ പുതിയ കണ്ടീഷൻസ് പറയുന്നതാണ്. അതായത് കൗണ്ടർ ഓഫർ വന്നാൽ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ആകും, പുതിയ ഓഫർ ക്രിയേറ്റ് ആകും, ഒറിജിനൽ ഓഫർ ടെർമിനേറ്റ് ആകും, പിന്നെ പഴയ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി എക്സാമ്പിളാണ് എ പറയുന്നത്, ലാപ്ടോപ്പ് 40,000-ന് വിൽക്കാമെന്ന്, ബി പറയുന്നു 30,000-ന് ഞാൻ വാങ്ങാമെന്ന്. ഇത് അക്സെപ്റ്റൻസ് അല്ല, ഇത് കൗണ്ടർ ഓഫറാണ്. ഇപ്പോൾ 40,000-ൻ്റെ ഒറിജിനൽ ഓഫർ ഫിനിഷായി. എക്ക് ഇപ്പോൾ 35,000 അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസ് ഓഫർ, കൗണ്ടർ ഓഫർ അത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെയിം ഓഫറായിരിക്കും. ക്രോസ് ഓഫർ ആണെങ്കിൽ സെയിം ഓഫറായിരിക്കും, സെയിം ടൈം ആയിരിക്കും, പിന്നെ നോളജൊന്നും ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നോ അക്സെപ്റ്റൻസ് ആയിരിക്കും, നോ കോൺട്രാക്റ്റ് ആയിരിക്കും. കൗണ്ടർ ഓഫർ ആണെങ്കിൽ ഒറിജിനൽ ഓഫർ മാറും, ഒറിജിനൽ ഓഫർ മാറ്റുന്നു, ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്യുന്നു, പുതിയ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, സിമ്പിളായി പറഞ്ഞ ഓഫർ എന്ന കോൺട്രാക്റ്റ് തുടങ്ങാനുള്ള പ്രപ്പോസലാണ് ക്രോസ് ഓഫർ എന്നാൽ കോൺട്രാക്റ്റ് തുടങ്ങാനുള്ള പ്രപ്പോസലാണ്. ക്രോസ് ഓഫറിൽ അക്സെപ്റ്റൻസും ഇല്ലാത്തതുകൊണ്ട് കോൺട്രാക്റ്റ് ഉണ്ടാകില്ല. കൗണ്ടർ ഓഫറിൽ ഒറിജിനൽ ഓഫർ റിജക്റ്റായി പുതിയ ഓഫർ ക്രിയേറ്റ് ആകുന്നു. അങ്ങനെ ആ പുതിയ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം കോൺട്രാക്റ്റ് ഉണ്ടാകും. അടുത്താണ് പെപ്പർകോൺ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്, പെപ്പർകോൺ തിയറി എന്നാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാവാൻ കൺസിഡറേഷൻ ഉണ്ടായിരിക്കാൻ ആണെന്ന് പറയുന്നത്. പക്ഷേ ഈ കൺസിഡറേഷൻ വലുതാണോ ചെറുതാണോ എന്ന് ലോ നോക്കുന്നില്ല. വളരെ ചെറിയ കൺസിഡറേഷൻ ആയാലും മതി. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ വാല്യൂ ലോന് പ്രധാനമില്ല. അടുത്താണ് മീനിങ് ഓഫ് പെപ്പർകോൺ തിയറി. മീനിങ് ഓഫ് പെപ്പർകോൺ തിയറിയിൽ പറയുന്നത് ഈ തിയറി പ്രകാരം ഒരു പെപ്പർകോൺ പോലെ ഒരു വളരെ ചെറിയ കൺസിഡറേഷൻ പോലും കോൺട്രാക്റ്റ് വാലിഡ് ആക്കാൻ മതി. കോർട്ട് നോക്കുന്നത് കൺസിഡറേഷൻ ഉണ്ടോ, കോർട്ട് നോക്കുന്നതല്ല,
അതായത് ഈ തിയറി പ്രകാരം ഒരു പെപ്പർകോൺ പോലെ വളരെ ചെറിയ കൺസിഡറേഷൻ ആയാലും കോൺട്രാക്റ്റ് വാലിഡ് ആകാൻ മതി. പിന്നെ കോർട്ട് നോക്കുന്നത് കൺസിഡറേഷൻ ഉണ്ടോയെന്ന്. കോർട്ട് നോക്കുന്നതല്ലാത്താണ് അതിൻ്റെ വില എത്ര, ഈക്വൽ ആണോ ഫെയർ ആണോ എന്നൊക്കെ. അതൊക്കെ പാർട്ടീസ് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണെന്ന് ഇത് പറയുന്നു. പിന്നെ പറയുന്നത് വൈ ഈസ് കോൾഡ് പെപ്പർകോൺ തിയറി. എന്തുകൊണ്ടാണ് പെപ്പർകോൺ തിയറി എന്ന് പറയുന്നത്? പെപ്പർകോൺ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ഒരു കുരുവാണെന്നാണ്. അതിൻ്റെ വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല, പക്ഷേ ലോ പറയുന്നത് അത്രയും ചെറിയ കോൺസെൻട്രേഷൻ ആയാലും കോൺട്രാക്റ്റ് വാലിഡ് ആകാൻ മതി. അതുകൊണ്ട് ഇതിനെ പെപ്പർകോൺ തിയറി എന്ന് വിളിക്കുന്നു. അടുത്താണ് പ്രിൻസിപ്പൾ ബിഹൈൻഡ്. ഓക്കെ, അടുത്താണ് പ്രിൻസിപ്പൾ ബിഹൈൻഡ് ദ തിയറി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പൾ ബിഹൈൻഡ് തിയറിയിൽ പറയുന്നത് ഈ തിയറി ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ് എന്ന പ്രിൻസിപ്പളിനെ ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് എഗ്രിമെൻറ്റിലെ ടേംസ് പാർട്ടീസ് തന്നെ ഡിസൈഡ് ചെയ്യണം. കോർട്ട് സാധാരണ ഇടപെടാറില്ല. ഒരാളിന് കുറവ് ബെനിഫിറ്റ് കിട്ടി എന്ന റീസൺ കൊണ്ട് മാത്രം റിയലും ലോഫുള്ളുമായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റ് വാലിഡാണ്. ഇതിന് ഈ ഒരു എക്സാമ്പിളുണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പറയുന്നു 1 രൂപ തന്ന എൻ്റെ ഓൾഡ് ബൈസൈക്കിൾ ഞാൻ നിനക്ക് തരാം. ബി പറയുന്നു ബി 1 രൂപ കൊടുക്കുന്നു. സൈക്കിളിൻ്റെ വാല്യൂ 5000 ആയാലും 1 രൂപ കൺസിഡറേഷൻ ആയാൽ മതി, കോൺട്രാക്റ്റ് വാലിഡാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ കൺസിഡറേഷൻ്റെ വാല്യൂ എല്ലാം നോക്കുന്നത് കൺസിഡറേഷൻ ഉണ്ടോ എന്നാണ് മാത്രം നോക്കുന്നത്. ഇതാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നത്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഈ സെക്ഷൻ പറയുന്നത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, പക്ഷേ അത് വലുതായിരിക്കണമെന്ന് ലോ പറയുന്നില്ല. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, പെപ്പർകോൺ തിയറി പറയുന്നത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണമെന്നാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ എത്ര എന്നത് ലോയിന് പ്രധാനമല്ല. വളരെ ചെറിയ നോമിനൽ കൺസിഡറേഷൻ ആയാലും അത് റിയലും ലോഫുള്ളുമായാണെങ്കിൽ കോൺട്രാക്റ്റ് വാലിഡും ലീഗലി എൻഫോഴ്സിബിൾ ആകുമെന്നാണ് പെപ്പർകോൺ തിയറിയിൽ പറയുന്നത്. ഇനി അടുത്താണ് റൂൾസ് ഇൻ ഫൈനൽ കേസ്. റൂൾസ് ഇൻ ഫൈനൽ കേസ് ഇതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ആദ്യം പറയുന്നത്. ഇത് 1602 ഒരു കേസാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൈനൽ കേസ് 1602 എന്ന് പറയുന്നത് ഡെപ്റ്റ് ഡിസ്ചാർജിനെ കുറിച്ചുള്ള കോൺട്രാക്റ്റ് ലോയിന് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ഈ റൂള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഡെപ്റ്റിൽ പകരം കുറവ് എമൗണ്ടും കൂടുതൽ മാത്രം ആ ഡെപ്റ്റ് ഫുൾ ഡിസ്ചാർജ് ആയെന്ന് പറയാൻ പറ്റില്ല. അതിന് ഫ്രഷ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്സെപ്ഷൻ അപ്ലൈ ചെയ്യണം. ഇനി മീനിങ് ഓഫ് ദി റൂളിൽ പറയുന്നത്, സപ്പോസ് ഡെപ്റ്ററിന് 10,000 കൊടുക്കാനുണ്ട്. ക്രെഡിറ്റർ പറഞ്ഞു 7,000 മതി ഫുൾ സെറ്റിൽമെൻറ്റ്. പക്ഷേ ഡെപ്റ്റർ പുതിയ കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് ജനറലി ബൈൻഡിങ് അല്ല. അപ്പോൾ ക്രെഡിറ്റർക്ക് ബാക്കി 3,000 പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞു. റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രഷ് കൺസിഡറേഷൻ ഇല്ലയെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് കൺസിഡറേഷൻ നെസസറി ആവുന്നത്? ഇതിൽ പറഞ്ഞ ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റർ ഓൾറെഡി കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറച്ച് പൈസ മാത്രം കൊടുക്കുന്നത് പുതിയ ബെനിഫിറ്റ് അല്ല. ക്രെഡിറ്ററിന് ന്യൂ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റർക്ക് ബാലൻസ് ഒഴിവാക്കാം എന്ന് പ്രോമിസ് ജനറലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനിയാണ് എക്സെപ്ഷൻ ടു ദി റൂൾ. എക്സെപ്ഷൻ ടു ദി റൂളിൽ പറയുന്നത്, എക്സെപ്ഷൻ ടു ദി റൂൾ എന്ന് പറയുന്നത് ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ,
ഈ റൂളിന് എക്സെപ്ഷനും ഉണ്ട്. കുറവ് എമൗണ്ട് കൊടുത്താലും ഫുൾ ഡെപ്റ്റ് ഡിസ്ചാർജ് ആകും. ഇഫ് പേയ്മെൻറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപ് പൈസ കൊടുക്കണം. അത് ഫ്രഷ് ബെനിഫിറ്റാണ്. പേയ്മെൻറ്റ് അറ്റ് അനദർ പ്ലേസ്, അതായത് ക്രെഡിറ്റർ പറഞ്ഞ വേറെ പ്ലേസിൽ പൈസ കൊടുക്കുന്നു. ഇതും ഫ്രഷ് കൺസിഡറേഷൻ ആകാം. പേയ്മെൻറ്റ് ബൈ എ തേർഡ് പാർട്ടി, അതായത് ഡെപ്റ്റ് തേർഡ് പാർട്ടിക്ക് സെറ്റിൽ ചെയ്യുന്നു. പിന്നെ ക്രെഡിറ്റർ ബാക്കി എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അടുത്താണ് കോമ്പോസിഷൻ എഗ്രിമെൻറ്റ്. ഒരു ഡെപ്റ്ററിനെ കുറിച്ച് ക്രെഡിറ്റേഴ്സ് എല്ലാവരും കൂടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി കുറവ് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. എഗ്രിമെൻറ്റ് ബൈൻഡിങ് ആണ്. പിന്നെ പ്രോമിസറി എസ്റ്റബിൾ, ചില സിറ്റുവേഷനിൽ ക്രെഡിറ്റേഴ്സിനെ തന്നെ കുറവ് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റർ അതിൽ റിലേ ചെയ്താൽ ക്രെഡിറ്റർ പിന്നെ ബാലൻസ് ക്ലെയിം ചെയ്യുന്നത് കോർട്ട് തടയും. ഇതിൻ്റെ എക്സാമ്പിളാണ് എ ബിക്ക് ഒരു 10,000 കൊടുക്കുന്നുണ്ട്. ബി പറഞ്ഞു 8,000 മതിയെന്ന്. എ 8,000 കൊടുത്തു. ഫ്രഷ് കൺസിഡറേഷനൊന്നും ഇല്ല. അപ്പം ഇതിൽ ഫൈനൽ കേസ് പ്രകാരം ബിക്ക് ബാക്കി 2,000 ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്യൂ ഡേറ്റിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ചെയ്താൽ ഫുൾ ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇനി കേസ് ലോ ആണ് പൈനീസ് കേസ്. ഇതിൽ കോർട്ട് പറഞ്ഞത് ഫ്രഷ് കൺസിഡറേഷൻ ഇല്ലാത്ത കുറവ് എമൗണ്ട് കൂടുതലാണെങ്കിൽ വലിയ ഡെപ്റ്റ് ഫുൾ ഡിസ്ചാർജ് ആകില്ല. അതായത് ഫ്രഷ് കൺസിഡറേഷൻ ഇല്ലാതെ കുറവ് എമൗണ്ട് കൂടുതലും വലിയ ഡെപ്റ്റ് ഫുൾ ഡിസ്ചാർജ് ആക്കില്ല. ഇതിൽ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫൈനൽ കേസ് പറയുന്നത് ഡെപ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രം അടച്ചാൽ ഫുൾ ഡെപ്റ്റ് ഡിസ്ചാർജ് ആക്കില്ല. അതിന് ഫ്രഷ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന എക്സെപ്ഷൻസ് അപ്ലൈ ചെയ്യണം. ഈ പ്രിൻസിപ്പിളാണ് റൂൾസ് ഇൻ ഫൈനൽ കേസ് 16.2 പറയുന്നത്. താങ്ക് യു ഗൈസ്.